നാമത്തിൽ തന്നെ സ്നേഹവാനും പരിശുദ്ധനുമായ സ്വർഗീയ നല്ല പിതാവേ, നന്ദിയോടെ സ്തോത്രം, നന്ദിയോടെ സ്തോത്രം. ആയുസ്സിന്റെ നാളുകളിൽ കർത്താവ് ഒരു പുതിയ ദിവസം തന്നടയിലെ അനുഗ്രഹിക്കുന്ന അനുഗ്രഹങ്ങൾക്കായി നന്ദി. പിതാവായ ദൈവമേ, സ്തോത്രം. ദിനത്തിൽ അങ്ങയുടെ സന്നിധിയിൽ കർത്താവിനെ കടന്നു വരുമ്പോൾ പിതാവായ ദൈവം പ്രത്യേകിച്ച് ഞങ്ങളുടെ പ്രിയപ്പെട്ട സുബിൻ സാറിന്റെ കൊച്ചിനെ ആവശ്യപ്പെടുന്നതിനായിട്ട് കർത്താവ് അവിടുത്തെ സന്നിധിയിൽ അല്ലെങ്കിൽ ഒരുങ്ങി വന്നിരിക്കുമ്പോൾ കർത്താവ് അവിടുത്തെ അഭിഷേകത്തിലൂടെ ദൈവം അവിടെ പ്രവർത്തിക്കണം. തിരുമേനിയെ ദൈവം അനുഗ്രഹിക്കണം. കർത്താവെ കടന്നിരിക്കുന്ന എല്ലാവരെയും കർത്താവ് അനുഗ്രഹിക്കണം. സ്വർഗീയ നന്മയോടെ നിറയ്ക്കണം. യേശുവിന്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നത് കൃപയോടെ കേൾക്കണമേ. ദൈവനാമത്തിനായി ക്രിസ്തുഗീതങ്ങളിൽ 350 പാട്ട് പാടാൻ. ക്രിസ്തുഗീതങ്ങളിൽ 350 Name
മഹത്വം ഉണ്ടാകട്ടെ. അഭിനന്ദിയ തിരുമേനി, വൈദികർ, പ്രിയപ്പെട്ട മാതാപിതാക്കളെ, സഹോദരി സഹോദരന്മാർ, നിങ്ങൾക്ക് എല്ലാവർക്കും കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ട സുബിൽ സാറിന്റെയും കൊച്ചുമയുടെയും കുഞ്ഞിന്റെ ബാപ്റ്റിസത്തിനായി നമ്മളിവിടെ കൂടി വന്നിരിക്കുമ്പോൾ ഈ വിശുദ്ധ ശുശ്രൂഷയിലേക്ക് കടന്നു വന്നിരിക്കുന്ന എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നതിൽ എനിക്ക് അതിയായ സന്തോഷമുണ്ട്. പ്രത്യേകിച്ച് ഈസ്റ്റർല മഹാഡോയുടെ ബിഷപ്പ് തിരുമേനി, ഏറ്റവും സ്നേഹം നിറഞ്ഞ ഫ്രാൻസിസ് തിരുമേനി നമ്മളോടൊപ്പം ഈ ദിവ്യമായ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്നത് ഏറ്റവും വലിയ സന്തോഷമാണ്. പ്രത്യേകിച്ച് കട്ടുപാറ സഭയെ സംബന്ധിച്ചിടത്തോളം അതൊരു വലിയ അനുഗ്രഹിക്കപ്പെട്ട ഒരു സമയമായി ഞാൻ ഇതിനെ കാണുന്നു. തീർച്ചയായിട്ടും അഭിനന്ദിയ തിരുമേനിയുടെ സാന്നിധ്യത്തിനായി എന്ന് പറയുന്നു. പ്രത്യേകിച്ച് അഭിനന്ദിയ തിരുമേനി ശുശ്രൂഷയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ പ്രിയപ്പെട്ട ജോബി ബേബി സൺഡേ സ്കൂൾ ഈസ്റ്റർലമാരുടെ സൺഡേ സ്കൂൾ ജനറൽ സെക്രട്ടറി ആയിട്ട് നാളുകളിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നു. പ്രിയപ്പെട്ട അച്ഛനെയും മറ്റവാക്കി ഞാൻ സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ പേക്കർവാലി സഭയുടെ ശുശ്രൂഷകനായിരിക്കുന്ന പ്രിയപ്പെട്ട ഇമാനുവൽ രാജച്ചൻ നമ്മളോടൊപ്പമായിരിക്കുന്നു. അച്ഛനെയും ഒറ്റവാക്കി ഞാൻ സ്വാഗതം ചെയ്യുന്നു. അതോടൊപ്പം നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ട നമ്മുടെ ശുശ്രൂഷകർ ഈ വിശുദ്ധാരാധനയിൽ സംബന്ധിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് സാമുവൽ സാർ വിളറ സഭയുടെ ശുശ്രൂഷകനാണ്. പ്രിയപ്പെട്ട സാറ് നമ്മളോടൊപ്പമായിരിക്കുന്നു. പ്രിയപ്പെട്ട ജയമോൻ സാറ് നമ്മുടെ കാരിയാട് സഭയുടെ ശുശ്രൂഷകനായിരിക്കുന്ന ജയമോൻ സാർ, അതുപോലെ തന്നെ തീക്കോയ് സഭയുടെ ശുശ്രൂഷകനായിരിക്കുന്ന സാജു സാർ ഈ ശുശ്രൂഷകരും ഈ ദിവ്യമായ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്നു. പ്രത്യേകിച്ച് പ്രിയപ്പെട്ടവരെയും സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ പ്രിയപ്പെട്ട കൊച്ചമ്മമാർ, നമ്മുടെ തിരുമേനിയുടെ പ്രിയപ്പെട്ട കൊച്ചമ്മ നമ്മളോടൊപ്പം ആയിരിക്കുന്നു. പ്രിയപ്പെട്ട ഡാർലി ഫ്രാൻസിസ് കൊച്ചമ്മയെയും ഈ ദിവ്യമായ ശുശ്രൂഷയുടെ പേരിൽ കുടുംബാംഗങ്ങളുടെ പേരിൽ പ്രത്യേകമായി സ്വാഗതം ചെയ്യുന്നു. അതോടൊപ്പം കൊച്ചമ്മമാരും മാനവരാജന്റെ കൊച്ചമ്മയും പങ്കെടുക്കുന്നു. എല്ലാവരെയും ഒറ്റ വാക്കിൽ സ്വാഗതം ചെയ്യുന്നു. സാറിന്റെ ബന്ധുക്കളായി ഒക്കെ ആളുകൾ വന്നിട്ടുണ്ട്. വിവിധ സ്ഥലങ്ങളിൽ നിന്ന് വന്നിരിക്കുന്ന എല്ലാവരെയും സഭാജനങ്ങളെയും എല്ലാവരെയും ഒക്കെ ഒറ്റ വാക്കിൽ ഞാൻ സ്വാഗതം ചെയ്യുന്നു. പ്രാർത്ഥനയോടെ ഈ ശുശ്രൂഷയിൽ എൻ്റെ മാതാപിതാക്കളാൽ മുമ്പോട്ട് ഋത്വത്തിന് സ്തുതി. സൈന്യങ്ങളുടെ ദൈവമായ കർത്താവ് പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധൻ. ആകാശവും ഭൂമി നിന്റെ മഹത്വം കൊണ്ട് നിറഞ്ഞിരിക്കുന്നു. മഹോന്നതനായ കർത്താവേ, നിനക്ക് മഹത്വം ഉണ്ടാകട്ടെ. ദൈവമേ, നീ പരിശുദ്ധനാകുന്നു. സർവശക്തനേ, മരണമില്ലാത്തവനേ, നീ പരിശുദ്ധനാകുന്നു. ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ട ഞങ്ങൾ വീണ്ടെടുക്കാനായ കർത്താവേ, ഞങ്ങളോട് കരുണ ചെയ്യണമേ. പരിശുദ്ധാത്മാവായ കർത്താവേ, ഞങ്ങളോട് കരുണ ചെയ്യണമേ. കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥനകളും സ്തോത്രങ്ങളും കൈക്കൊണ്ട് ഞങ്ങളോട് കരുണ ചെയ്യണമേ. സർവശക്തനായ ദൈവം തന്റെ ദയയാൽ നിങ്ങൾക്ക് ഒരു പൈതലിനെ തന്നിരിക്കുന്നു. അതുകൊണ്ട് നമുക്ക് ദൈവത്തിന് സ്തോത്രം ചെയ്യാം. സങ്കീർത്തനങ്ങൾ 145 1 മുതൽ 8 വരെയുള്ള വാക്യങ്ങൾ നമുക്ക് വാക്യപ്രതിവാക്യമായിട്ട് ചൊല്ലാം. സങ്കീർത്തനങ്ങൾ 145 1 മുതൽ 8 വരെയുള്ള വാക്യം. എന്റെ ദൈവമായ രാജാവേ, ഞാൻ നിന്നെ പുകഴ്ത്തും. ഞാൻ നിന്റെ നാമത്തെ എന്നേക്കും വാഴ്ത്തും. യഹോവ വലിയവനും അത്യന്തം സുസ്ഥിരമാകുന്നു. അവന്റെ മഹിമ ഗോചരമത്രേ. നിന്റെ പ്രതാപത്തിന്റെ തേജസ്സുള്ള മഹത്വത്തെ, നിന്റെ അത്ഭുത കാര്യങ്ങളെയും ഞാൻ ധ്യാനിക്കും. അവർ നിന്റെ വലിയ നന്മയുടെ ഓർമ്മയെ പ്രസിദ്ധമാക്കും. നിന്റെ നീതിയെ കുറിച്ച് ഘോഷിച്ച് ഉല്ലസിക്കും.
പരിശുദ്ധാത്മാവിനും മഹത്വമുണ്ടാകട്ടെ. കർത്താവേ, ഞങ്ങളോട് കരുണയുണ്ടാകണമേ. കർത്താവേ, ഞങ്ങളോട് കരുണയുണ്ടാകണമേ. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, നിന്റെ നാമം പൂജിക്കപ്പെടണമേ. നിന്റെ രാജ്യം വരണമേ. നിന്റെ ഇഷ്ടത്തിലേക്ക് പൂർണ്ണമാകണമേ. ഞങ്ങളുടെ ആവശ്യമുള്ള തരണമേ. ഞങ്ങളുടെ കടങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പരീക്ഷയിൽപ്പെടുത്താതെ ദുഷ്ടനിൽ രക്ഷിക്കണമേ. രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കുമുള്ളതാകുന്നു. ആമേൻ. സർവശക്തിയുള്ള ദൈവമേ, നിന്റെ ദാസിയായ ഈ സ്ത്രീക്ക് സുഖമായ പ്രസവം നൽകിയതിനോടുള്ള നിന്റെ സ്നേഹത്തിനായി കരുണയ്ക്കായി ഞങ്ങൾ നിനക്ക് മനഃപൂർവ്വമായി സ്തോത്രം ചെയ്യുന്നു. നിന്റെ സ്നേഹത്തെയും കരുതലിനെയും ഓർത്തുകൊണ്ട് ഇടപെടാതെ നിന്നെ സ്തുതിക്കുവാനും നിന്നെ വിശ്വസത്തോടെ സേവിക്കുവാനും ഞങ്ങൾ കർത്താവായ യേശുക്രിസ്തു മൂലം ഇവൾക്ക് കൃപ നൽകണമേ. ആമേൻ. ഞങ്ങളുടെ സ്വർഗ്ഗസ്ഥ പിതാവായ ദൈവമേ, ജീവൻ നൽകുന്ന നിന്റെ ശക്തിയാലും സ്നേഹത്താലും ഈ കുടുംബത്തിൻ്റെ ഒരു പൈതലിനെ നീ ദാനം ചെയ്തിരിക്കുന്നുവല്ലോ. അവർ തങ്ങളുടെ പൈതലിനെ ദൈവങ്ങളിലേക്കുള്ള മാർഗത്തിൽ അഭ്യസിപ്പിക്കേണ്ടതിന് അവർക്ക് ആവശ്യമുള്ള നടത്തിപ്പ് ജ്ഞാനവും നൽകണമെന്ന് ഞങ്ങൾ കർത്താവായ യേശു മിശിഹാ മൂലം ഞങ്ങൾ നിന്നോട് അപേക്ഷിക്കുന്നു. ആമേൻ. പ്രാർത്ഥന ചൊല്ലി. ഞങ്ങളുടെ പിതാവായ ദൈവമേ, നീ ഞങ്ങൾക്ക് തന്നിരിക്കുന്ന ഈ പൈതലിനു വേണ്ടി ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. ഒരു കുടുംബം എന്ന നിലയ്ക്ക് ഞങ്ങൾ സ്നേഹത്തിലും സന്തോഷത്തിലും സമാധാനത്തിലും ഒരുമിച്ച് വസിക്കുവാൻ നീ ഞങ്ങൾക്ക് സഹായിക്കണമേ. നല്ല മാതാപിതാക്കന്മാരായി ജീവിക്കുവാൻ ആവശ്യമുള്ള ജ്ഞാനം ഞങ്ങൾക്ക് നൽകണമേ. അങ്ങനെ ഞങ്ങൾ നിന്നെ വിശ്വസ്തയോടെ സ്നേഹിക്കുകയും സേവിക്കുകയും ചെയ്യുവാൻ കൃപയരുളയണമെന്ന് ഞങ്ങളുടെ കർത്താവായ യേശുക്രിസ്തു മൂലം ഞങ്ങൾ നിന്നോട് അപേക്ഷിക്കുന്നു. ആമേൻ. പരിശുദ്ധാത്മാവായ സർവശക്തിയുള്ള ദൈവത്തിൻ്റെ അനുഗ്രഹം നിങ്ങളുടെ ഗമനത്തിലും ആഗമനത്തിലും നിങ്ങളുടെ ഇരിപ്പിലും എഴുന്നേൽപ്പിലും നിങ്ങളുടെ സംസാരത്തിലും ഭവനത്തിലും നിങ്ങളുടെ പ്രാർത്ഥനയിലും വേലയിലും നിങ്ങളുടെ ഭവനത്തിലും അതിലെ കൂട്ടായ്മയിലും ഇന്നും എന്നേക്കും ഉണ്ടായിരിക്കട്ടെ. ആമേൻ. 216 ഗീതം സേവിച്ചിടുന്നിന്നെ എന്നുള്ള ഗീതം ചരണം പാടി നമുക്ക് വിശുദ്ധ സ്നാന ശുശ്രൂഷയ്ക്ക് നമുക്ക് ഒരുങ്ങാം. സുവിശേഷ വേദഭാഗം ഈ സമയത്ത് വായിക്കും.
വിശുദ്ധനായ മർക്കോസ് എഴുതിയ സുവിശേഷം 10-ാം അധ്യായം 13-ാം വാക്യം തുടങ്ങി 16-ാം വാക്യം വരെ. യേശു തൊടേണ്ടതിന് ശിശുക്കളെ യേശുവിൻ്റെ അടുക്കൽ കൊണ്ടുവന്നു. ശിഷ്യന്മാരോ അവരെ ശാസിച്ചു. യേശു അത് കണ്ടാറെ മുഷിഞ്ഞ് അവരോട്, ശിശുക്കളെ എൻ്റെ അടുക്കൽ വരുവാൻ വിടുവിൻ, അവരെ തടുക്കരുത്. ദൈവരാജ്യം ഇങ്ങനെയുള്ളവരുടേതല്ലോ. ദൈവരാജ്യത്തെ ശിശു എന്ന പോലെ കൈക്കൊള്ളാത്തവൻ ആരും ഒരു നാളും അതിൽ കടക്കുകയില്ല എന്ന് ഞാൻ സത്യമായിട്ട് നിങ്ങളോട് പറയുന്നു എന്ന് പറഞ്ഞു. പിന്നെ അവൻ അവരെ അണച്ച് അവരുടെ മേൽ കൈവച്ച് അവരെ അനുഗ്രഹിച്ചു. പ്രിയമുള്ളവരെ, ദക്ഷിണേന്ത്യ സഭയെ സംബന്ധിച്ച് 2 സക്രമന്തുകളാണുള്ളത്: സ്നാനവും വിശുദ്ധ സംസർഗ ശുശ്രൂഷയും. അകമേ നാം പ്രാപിക്കുന്ന കൃപയുടെ പുറമേയുള്ള അടയാളമാണ് സക്രമന്ത്. നാം വെള്ളത്താലും പരിശുദ്ധാത്മാവിനാലും ക്രിസ്തുവിന്റെ ശരീരമാകുന്ന തിരുസഭയിലേക്ക് പ്രവേശിക്കുന്ന സക്രമന്താണ് വിശുദ്ധ സ്നാനം. ഈ സക്രമത്തിലൂടെ സ്നാനപ്പെടുന്ന ആൾ ദൈവവുമായി അഴിവില്ലാത്ത ശാശ്വതമായ ബന്ധത്തിലേക്ക് പ്രവേശിക്കുന്നു. വിശുദ്ധ സ്നാനത്തിൽ മാതാപിതാക്കളുടെയും ജ്ഞാനമാതാപിതാക്കളുടെയും ഉത്തരവാദിത്വം വലുതും ഗൗരവമേറിയതുമാകുന്നു. 4 പേർ ചുമന്നുകൊണ്ടുവന്ന പക്ഷപാതക്കാരനെ യേശു സൗഖ്യമാക്കിയ സംഭവം വിശുദ്ധ മാർക്കോസ് വിവരിക്കുമ്പോൾ, യേശു അവരുടെ വിശ്വാസം കണ്ടിട്ട്, മകനെ, നിന്റെ പാപങ്ങൾ എന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നു. പാപത്തിന്റെ ബന്ധനത്തിൽ നിന്ന് വിടുതൽ നൽകിയതിന് ശേഷമാണ് ശാരീരിക സൗഖ്യവും യേശു നൽകിയത്. പക്ഷപാതക്കാരനെ കർത്താവിന്റെ മുൻപിൽ കൊണ്ടുവന്നവരുടെ വിശ്വാസമാണ് അതിന് കാരണമായത്. യേശു ക്രിസ്തുവിനെ രക്ഷിതാവെന്ന് സാക്ഷിക്കുവാൻ ശിശുക്കൾക്ക് കഴിയില്ല. എങ്കിലും മാതാപിതാക്കളുടെയും ജ്ഞാനമാതാപിതാക്കന്മാരുടെയും വിശ്വാസമാണ് സ്നാനപ്പെടുന്ന ശിശുക്കൾക്ക് കർത്താവിൽ നിന്ന് രക്ഷ ലഭിക്കുന്നതിനുള്ള അടിസ്ഥാനം. രക്ഷ ദൈവത്തിന്റെ ദാനവും ദൈവത്തിന്റെ കൃപയുമാണ്. ദൈവത്തിന്റെ കൃപയ്ക്ക് കുഞ്ഞുങ്ങളും അർഹരാണ്. ദൈവത്തിന്റെ കൃപ പ്രാപിക്കുന്നതിന് പ്രായം ഒരു തടസ്സമായി വേദപുസ്തകം പഠിപ്പിക്കുന്നില്ല. ചില ശിശുക്കളെ യേശുവിന്റെ അടുക്കൽ കൊണ്ടുവന്നപ്പോൾ ശിഷ്യന്മാർ അത് വിലക്കുവാൻ ശ്രമിച്ചു. എന്നാൽ യേശു അവരെ ശാസിച്ചു. ശിശുക്കളെ എന്റെ അടുക്കൽ വരുവാൻ വിടുവിൻ, അവരെ തടയരുത്, സ്വർഗരാജ്യം ഇങ്ങനെയുള്ളതല്ലയോ എന്ന് പറഞ്ഞു. അവരെ അനച്ച് അവരുടെ മേൽ കൈവച്ച് അവരെ അനുഗ്രഹിച്ചു. യേശു അംഗീകരിച്ച് കുഞ്ഞുങ്ങൾക്ക് ദൈവകൃപയും രക്ഷയും ലഭ്യമാണ്. അതുകൊണ്ട് ശിശുക്കൾക്ക് സ്നാനം നൽകി ക്രിസ്തുവിന്റെ ശരീരമാകുന്ന സഭയുടെ ഭാഗമാകുന്നത് വേദപുസ്തക അടിസ്ഥാനത്തിലുള്ളതും സഭയുടെ പുരാതന ആചാരവുമാണ്. സ്നാനം ഒന്നേ ഉള്ളൂ എന്ന തിരുവചനം അസന്നിഗ്ധമായി പ്രഖ്യാപിക്കുന്നു. കൂടാതെ വിശ്വാസ പ്രമാണത്തിൽ പാപമോചനത്തിലുള്ള ഏക ബപ്തിസ്മ ഞാൻ അനുസരിക്കുന്നെന്ന് നാം പ്രഖ്യാപിക്കുന്നു. അതിനാൽ ജീവിതത്തിൽ ഒരിക്കൽ മാത്രം സ്വീകരിക്കുന്ന ഒരു സക്രമെന്നാണ് വിശുദ്ധ സ്നാനം എന്ന് നാം മനസ്സിലാക്കണം. അതുകൊണ്ട് ഒരിക്കൽ സ്വീകരിച്ച സ്നാനം അസാധു ആണെന്നോ തിരസ്കരണമാണെന്നോ വിധിക്കുവാൻ ആർക്കും അവകാശമില്ല. രക്ഷ ദൈവത്തിന്റെ ദാനമാണ്. അത് ശിശുക്കൾക്ക് ദൈവം നൽകുകയില്ല എന്ന് ഉപദേശിക്കുന്നതും വേദപുസ്തക വിരുദ്ധവും ദൈവത്തെ അവിശ്വസിക്കുന്നതും ദൈവം ദാനം ചെയ്ത രക്ഷയെ പുച്ഛിക്കുന്നതും ആകയാൽ പാപമാണ്. ഞാൻ ചോദിക്കുന്നു, ഞാൻ ചോദിക്കുന്നു, ഈ പൈതലിന് മുമ്പേ സ്നാനം നൽകിയിട്ടുണ്ടോ? ക്രിസ്തുയേശുവിൽ പ്രിയമുള്ളവരെ, എല്ലാ മനുഷ്യരും ജനനം മുതൽ തന്നെ പാപത്തിലേക്ക് ചായ്വുള്ളവരാണ്. എങ്കിലും സ്നേഹവാനായ ദൈവം എല്ലാവരെയും രക്ഷിക്കപ്പെടണമെന്ന് ആഗ്രഹിക്കുന്നു. വെള്ളത്താലും പരിശുദ്ധാത്മാവിനാലും പുതുതായി ജനിക്കാതെ ആർക്കും ദൈവരാജ്യത്തിൽ പ്രവേശിക്കുവാൻ കഴിയുകയില്ല എന്ന് നമ്മുടെ രക്ഷിതാവായ ക്രിസ്തു അരുളി ചെയ്തിരിക്കുന്നു. ആയതിനാൽ ഈ പൈതലിന് പ്രകൃതിയാൽ ഉണ്ടാകുവാൻ കഴിയാത്തതിനെ ദൈവത്തിന്റെ ധാരാളമായ കൃപ കൊണ്ട് നൽകണമെന്നും, ഇവൻ വെള്ളത്താലും പരിശുദ്ധാത്മാവിനാലും സ്നാനപ്പെട്ട് മിശിഹായുടെ തിരുസഭയിലേക്ക് കൈക്കൊള്ളപ്പെട്ട് അതിന് ജീവനുള്ള അവയവമായി തീരണമെന്നും നമ്മുടെ കർത്താവായ യേശു മിശിഹാ മൂലം പിതാവായ ദൈവത്തോട് നമുക്ക് അപേക്ഷിക്കാം. നമുക്കെല്ലാവർക്കും ചേർന്ന് പ്രാർത്ഥിക്കാം. സർവശക്തനുമായ ദൈവമേ, സ്വർഗ്ഗസ്ഥപിതാവേ, നിന്റെ കൃപയെക്കുറിച്ചുള്ള അറിവിലേക്കും നിന്നുള്ള വിശ്വാസത്തിലേക്കും ഞങ്ങളെ വിളിച്ചിരിക്കൊണ്ട് ഞങ്ങൾക്ക് വിനയമായി സ്തോത്രം ചെയ്യുന്നു. ഞങ്ങളിൽ എപ്പോഴും ഈ അറിവിനെ വർദ്ധിപ്പിച്ച് ഈ വിശ്വാസം ഉറപ്പിക്കണമേ. ഈ ശിശു വേണ്ടി ജനിക്കേണ്ടതിനും എന്നേക്കുള്ള രക്ഷയ്ക്ക് അവകാശിയായി തീരേണ്ടതിനും
നിന്നോടും പരിശുദ്ധാത്മാവോടും കൂടെ ഇപ്പോഴും എപ്പോഴും ജീവിച്ചു വാഴുന്നതിനായി ഞങ്ങളുടെ കർത്താവായ യേശു മിശിഹാ മൂലം നിന്റെ പരിശുദ്ധാത്മാവിനെ ഈ പൈതലിനെ കൊടുക്കണമേ. ആമേൻ. മാതാപിതാക്കളും ജ്ഞാനമാതാപിതാക്കളും ചേർന്ന് പറയണം. ഈ പൈതലിനെ ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ട് സ്ഥാപനത്തിനായി ഞങ്ങൾ സമർപ്പിക്കുന്നു. നിങ്ങൾ വിശുദ്ധ സ്നാനത്തിനായി സമർപ്പിച്ചിരിക്കുന്ന ഈ പൈതലിനെ ക്രിസ്തീയ വിശ്വാസത്തിലും സുഹൃതങ്ങളിലും വളർത്തുമെന്ന് പ്രതിജ്ഞ ചെയ്യുന്നുവോ? ഇങ്ങോട്ട് പ്രിയപ്പെട്ടവരെ പ്രിയപ്പെട്ടവരെ, ബാപ്തിസ്മയ്ക്കായി ഈ പൈതലിനെ നിങ്ങൾ ഇവിടെ കൊണ്ടുവന്നിരിക്കുന്നു. ഇവനെ കൈക്കൊള്ളുവാനും ഇവനെ വെടിപ്പാക്കുവാനും ശുദ്ധീകരിക്കുവാനും നമ്മുടെ കർത്താവായ യേശു മിശിഹായ്ക്ക് ഇഷ്ടമുണ്ടാക്കണമെന്ന് നിങ്ങൾ അപേക്ഷിച്ചുവല്ലോ. നിങ്ങൾ അപേക്ഷിച്ച കാര്യങ്ങളൊക്കെയും തരുമെന്ന് നമ്മുടെ കർത്താവ് തന്റെ സുവിശേഷത്തിൽ വാഗ്ദത്തം ചെയ്തിട്ടുണ്ട്. ആ വാഗ്ദത്തം അവൻ തന്റെ പക്ഷത്ത് നിശ്ചയമായി പ്രമാണിച്ച് നിവൃത്തിയാക്കും. നിങ്ങൾ നിങ്ങളുടെ പക്ഷത്തിൽ ഈ ശിശുവിനെ പേർക്ക് 3 കാര്യങ്ങൾ ഫലമേൽക്കണം. ഒന്നാമത്, ഇവൻ പിശാചിനെയും അവന്റെ സകല പ്രവൃത്തികളെയും ഉപേക്ഷിക്കുമെന്നും. രണ്ടാമത്, ഇവൻ ദൈവത്തിന്റെ പരിശുദ്ധ വചനം ഇടപെടാതെ വിശ്വസിക്കുമെന്നും. മൂന്നാമത്, ഇവൻ ദൈവത്തിന്റെ കൽപ്പനകൾ അനുസരണത്തോടെ പ്രമാണിക്കുമെന്നും. ആയതുകൊണ്ട് ഞാൻ ചോദിക്കുന്നു, നിങ്ങൾ ഈ പൈതലിന്റെ പേർക്ക് പിശാചിനെയും അവന്റെ സകല പ്രവൃത്തികളെയും ലോകത്തിന്റെ മായയായുള്ള കോലാഹലത്തെയും മഹത്വത്തെയും ആയതിന്റെ സകല ദുരാഗ്രഹങ്ങളെയും ജഡത്തിന്റെ പാപമോഹങ്ങളെയും അനുസരിച്ച് നടക്കുകയോ അവയാൽ നടത്തപ്പെടുകയോ ചെയ്യാതെ വണ്ണം ഉപേക്ഷിക്കുന്നുവോ? നിങ്ങൾ ഈ പൈതലിന്റെ പേർക്ക് ക്രിസ്തീയ വിശ്വാസം അനുസരിച്ച് പറയുന്നുവോ? നമുക്ക് ചേർന്ന് ചൊല്ലാം. അപ്പോസ്തലിക വിശ്വാസ പ്രമാണം. സർവശക്തിയുള്ള പിതാവായി ആകാശത്തെയും ഭൂമിയെയും സൃഷ്ടിച്ചവനായ ഞാൻ വിശ്വസിക്കുന്നു. അവന്റെ പുത്രനായ കർത്താവായ യേശു മിശിഹായെ ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധാത്മാവിനാൽ കന്യകയിൽ പായപ്പെട്ട് ജനിച്ചു. പിലാത്തോസിനെ കഷ്ടപ്പെട്ട് ക്രൂശിക്കപ്പെട്ടു, മരിച്ചടക്കപ്പെട്ടു. പാതാളത്തിലേക്ക് ഇറങ്ങി 3-ാം ദിവസം മനുഷ്യത്തിലേക്ക് കയറി അവിടെ ഞങ്ങളവരെയും മരിച്ചവരെയും ന്യായപ്പാനുവരെയും ചെയ്യും. വിശുദ്ധാത്മാവിൽ ഞാൻ വിശ്വസിക്കുന്നു. കാതോലിക സഭയിലും വിശുദ്ധന്മാരുടെ സംസർഗത്തിലും പാപം ശരീരത്തിന്റെ പുനരുത്ഥാനം നിത്യജീവൻ ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. നിങ്ങൾ ഈ പൈതലിന്റെ പേർക്ക് ദൈവത്തിന്റെ വിശുദ്ധ ഹിതവും കൽപ്പനകളെ അനുസരിക്കാമെന്നും വാഗ്ദത്തം ചെയ്യുന്നുവോ? നിങ്ങൾ ഈ പൈതലിന്റെ പേർക്ക് ബപ്തിസ്മ ആവശ്യപ്പെടുന്നുവോ? പ്രാർത്ഥനയ്ക്കായി തലകളെ വണക്കാം. ഒരു നിമിഷം മൗനമായി പ്രാർത്ഥിക്കാം. കരുണയുള്ള ദൈവമേ, ഈ പൈതലിൽ പുതിയ മനുഷ്യൻ ഉയർത്തപ്പെടുവാൻ തക്കവണ്ണം ഇവരിലുള്ള പഴയ ആദാം കുഴിച്ചിടപ്പെടേണ്ടതിന് കൃപയരുളണമേ. ആമേൻ. ഇവരിൽ ജഡത്തിന്റെ ദുർമോഹങ്ങളൊക്കെയും മരിക്കേണ്ടതിനും ആത്മാവിലുള്ള കാര്യങ്ങളൊക്കെയും ജീവിച്ചു വളരേണ്ടതിനും കൃപയരുളണമേ. ആമേൻ. പിശാചിനെയും ലോകത്തെയും ജഡത്തെയും ജയിച്ച് ജയോത്സവം കൊള്ളുവാൻ ഇവന് ബലവും ശക്തിയും ഉണ്ടാകേണ്ടതിന് കൃപയരുളണമേ. ആമേൻ. കാലാവസാനം കൂടാതെ ജീവിച്ച് സകലത്തെയും ഭരിക്കുന്നവനായി വാഴ്ത്തപ്പെട്ട കർത്താവായ ദൈവമേ, ഞങ്ങളുടെ സ്ഥാനം കൊണ്ടും ശുശ്രൂഷ കൊണ്ടും ഇവിടെ നിനക്ക് പ്രതിഷ്ഠിക്കപ്പെടുന്ന എല്ലാവരും നിന്റെ കരുണയാൽ സ്വർഗീയ അനുഗ്രഹങ്ങൾ ധരിച്ചവരായി തീർന്ന് നിത്യമായ പ്രതിഫലം പ്രാപിക്കേണ്ടതിന് കൃപയരുളണമേ. ആമേൻ. കർത്താവ് നിങ്ങളോട് കൂടിയിരിക്കട്ടെ. നിങ്ങളുടെ ഹൃദയങ്ങളെ ഉയർത്തുവേൻ. നമ്മുടെ ദൈവമായ കർത്താവിന് നമുക്ക് സ്തോത്രം ചെയ്യാം. കർത്താവേ, പരിശുദ്ധ പിതാവേ, സർവശക്തനായ നിത്യ ദൈവമേ, നിനക്ക് സ്തോത്രം ചെയ്യുന്നത് ഏറ്റവും യുക്തവും ന്യായവും ഞങ്ങൾ ചെയ്യേണ്ടുന്ന മുറയുമാകുന്നു. എന്തെന്നാൽ നിന്റെ മഹാവാത്സല്യപുത്രനായ യേശു മിശിഹാ ഞങ്ങളുടെ പാപമോചനത്തിനായിട്ട് അവൻ്റെ ഏറ്റവും വിലയേറിയ വിലാപ്പുറത്തുനിന്ന് വെള്ളവും രക്തവും ചൊരിയുകയും അവൻ്റെ ശിഷ്യന്മാർ പുറപ്പെട്ട് സകല ജാതികൾക്ക് ഉപദേശിച്ച് അവരെ പിതാവിൻ്റെയും
പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ബപ്തിസ്മപ്പെടുത്തണമെന്ന് കൽപ്പിക്കുകയും ചെയ്തുവല്ലോ. നിന്റെ ജനങ്ങളുടെ അപേക്ഷകളെ ചെവിക്കൊണ്ട് പാപത്തെ ജ്ഞാനാർത്ഥമായി കഴുകിക്കളയുന്നതിന് ഈ വെള്ളം ശുദ്ധീകരിച്ച് ഇപ്പോൾ ഇതിൽ ബപ്തിസ്മപ്പെടുവാനുള്ള ഈ പൈതൽ നിന്റെ കൃപയുടെ പൂർണ്ണത ലഭിച്ച വിശ്വാസമുള്ളവരും തിരഞ്ഞെടുക്കപ്പെട്ടവരുമായ നിന്റെ മക്കളുടെ എണ്ണത്തിൽ എന്നേക്ക് ഇരിക്കുവാനായിട്ട് കൃപ ചെയ്യണമെന്ന് ഞങ്ങൾ കർത്താവായ യേശു മിശിഹാ മൂലം ഞങ്ങൾ നിന്നോട് അപേക്ഷിക്കുന്നു. അവന് പരിശുദ്ധാത്മാവിന്റെ ഐക്യത്തിൽ നിന്നോടുകൂടെ സകല ബഹുമാനവും മഹത്വവും ഇപ്പോഴും എന്നേക്കും ഉണ്ടായിരിക്കട്ടെ. ആമേൻ. ഈ പൈതലിനെ പേരിടുവിൻ ജോസഫ് എബ്രഹാം ഡേവിഡ്. പിതാവിൻ്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ഞാൻ നിന്നെ ബപ്തിസ്മപ്പെടുത്തുന്നു. ആമേൻ. ഈ പൈതലിനെ നാം മശിഹയുടെ ആട്ടിൻകൂട്ടമായ സഭയിലേക്ക് കൈക്കൊണ്ട് ഇവൻ ക്രൂശിക്കപ്പെട്ട മശിഹയുടെ വിശ്വാസം ഏറ്റുപറവാനും ഇനിമേൽ അവന്റെ കുടുക്കയിൽ നിന്ന് പാപത്തോടും ലോകത്തോടും പിശാചിനോടും ധൈര്യത്തോടെ യുദ്ധം ചെയ്യുവാനും ഇവന്റെ പ്രാണാവസാനം വരെ മശിഹയുടെ വിശ്വസ്ത പടയാളിയും ദാസനുമായിരിക്കാനും നാണിക്കരുത് എന്നുള്ള ലക്ഷ്യമായി നാം ഇവനിൽ ക്രൂശിന്റെ അടയാളം വരയ്ക്കുന്നു. ആമേൻ. 216 ഗീതത്തിന്റെ തുറന്നുള്ള ചരണങ്ങൾ പാടി നമുക്ക് തുറന്നുള്ള ശുശ്രൂഷയ്ക്കായി മകളിലേക്ക് പോകാം. പാപം വെടിഞ്ഞുള്ള പാവന ജീവിതം, പാപം വെടിഞ്ഞുള്ള പാവന ജീവിതം, പ്രിയരെ, ഈ പൈതൽ വീണ്ടും ജയിച്ച് മിശിഹായുടെ സഭയാകുന്ന കുടുംബത്തിലേക്ക് സ്വീകരിക്കപ്പെട്ടിരിക്കൊണ്ട് ഈ ഉപകാരങ്ങൾക്കായി നാം സർവശക്തനായ ദൈവത്തിന് സ്തോത്രം ചെയ്ത് ഈ പൈതൽ ഈ ആരംഭപ്രകാരം തന്നെ ഇവരെ ശിഷ്ടായുസിനെ കഴിക്കുവാൻ ഏക മനസ്സോടെ നമുക്ക് പ്രാർത്ഥിക്കാം. ഏകപ്രത്യാശിക്കായി ഞങ്ങളെ വിളിച്ച കൃപയുള്ള കർത്താവേ, പലവിധ വിശ്വാസാചാരങ്ങൾ നിർമ്മിക്കുന്ന ഈ ലോകത്തിൽ ജീവിക്കുന്ന ഞങ്ങളെ യേശുക്രിസ്തുവിൽ വിശുദ്ധ സ്നാനത്താൽ പുതുജീവന് പങ്കാളികളും ദൈവരാജ്യത്തിന് അവകാശികളുമാക്കി തീർത്തിരിക്കുന്ന കൃപകൾക്കായി സ്തോത്രം. യേശുക്രിസ്തുവിലുള്ള പുതുജീവന്റെ പങ്കാളികളായി ജീവിച്ച് ലോകത്തിൽ ജ്യോതിസ്സുകളെ പോലെ പ്രകാശിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമെന്ന് പിതാവിനോടും പരിശുദ്ധാത്മാവിനോടും കൂടെ എന്നേക്കും ലോകത്തിന്റെ വെളിച്ചമായി ജീവിച്ചു വാഴുന്ന ഞങ്ങളുടെ കർത്താവായ യേശുക്രിസ്തു മൂലം ഞങ്ങൾ അപേക്ഷിക്കുന്നു. പിതാവേ, നിന്റെ പരിശുദ്ധാത്മാവ് കൊണ്ട് ഈ ശിശുവിനെ വീണ്ടും ജനിപ്പിക്കുവാനും പുത്രസ്വീകാരം കൊണ്ട് ഇവനെ നിന്റെ സ്വന്തം പൈതലായി കൈക്കൊള്ളുവാനും നിന്റെ വിശുദ്ധ സഭയിൽ ഇവനെ
അവയും ആക്കുവാനും നിനക്കും ഇഷ്ടം തോന്നിയിരിക്കൊണ്ട് ഞങ്ങൾ നിനക്ക് മനഃപൂർവ്വമായി സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, ബാപ്തിസ്മയിൽ ക്രിസ്തുവിനോടുകൂടി അവന്റെ മരണത്തിൽ അടക്കപ്പെട്ടിരിക്കുന്നത് പോലെ ഇവൻ അവന്റെ പുനരുത്ഥാനത്തിൽ മോഹിക്കാരൻ ആകേണ്ടതിനും അങ്ങനെ ഇവിടെ ജീവന്റെ പുസ്തകത്തിൽ നിന്നെ സേവിച്ചിട്ട് ഒടുക്കം നിന്റെ വിശുദ്ധ സഭയിൽ ശിഷ്യന്മാരോട് കൂടി ഇവൻ നിന്റെ നിത്യരാജ്യത്തിന് അവകാശിയായി തീരേണ്ടതിനും ഞങ്ങളുടെ കർത്താവായ യേശു മിശിഹാ മൂലം കൃപയരുളണമേ. ഈ പൈതലിനെ മിശിഹായുടെ സഭയാകുന്ന കുടുംബത്തിലേക്ക് സത്യസ്മപ്പെടുത്തുവാനായി കൊണ്ടുവന്ന നിങ്ങൾ വിശ്വാസ പ്രമാണവും കർത്താവിന്റെ പ്രാർത്ഥനയും 10 കൽപ്പനകളും ഒരു ക്രിസ്ത്യാനിത്തിന്റെ ആത്മാവിന്റെ സൗഖ്യത്തിനായി അറിഞ്ഞു വിശ്വസിക്കാണ് മറ്റ് സകല കാര്യങ്ങളും ഇവനെ പഠിപ്പിക്കണം. ഇവൻ ദൈവഭക്തിയും ക്രിസ്തീയ ജീവിതവും ഉള്ളവനായി ഇരിക്കുവാൻ സുഹൃത്തോടെ വളർത്തപ്പെടേണ്ടതിനും നിങ്ങൾ കരുതിക്കൊള്ളണം. ഇവൻ പരിശുദ്ധാത്മാവാൽ ശക്തിപ്പെട്ട് ക്രിസ്തുവിന്റെ ശരീരങ്ങളുടെ വിശ്വാസം കൈക്കൊള്ളുവാൻ തക്കതായ ഒരുക്കത്തോടുകൂടെ വരുവാനും സഭയുടെ കൂട്ടായ്മയിൽ ദൈവത്തെ വിശ്വസ്തയോടെ സേവിക്കുവാൻ തക്കവണ്ണം ഇവരെ സ്ഥിരീകരിക്കാനായിട്ട് എപ്പിസ്കോപ്പയുടെ അടുക്കൽ കൊണ്ടു ചെല്ലുവാനും നിങ്ങൾ കരുതിക്കൊള്ളണം. ഈ കാര്യങ്ങളെല്ലാം പഠിക്കുവാനും ചെയ്യുവാനും നിങ്ങൾ ഇവന് സഹായിക്കുമോ? സഹായിച്ചത് ഞാൻ അങ്ങനെ ചെയ്യും. ഭക്തിസുള്ളവരായ നാം നമ്മുടെ രക്ഷിതാവായ മിശിഹായുടെ ദൃഷ്ടാന്തം പിന്തുടരുവാനും അവനെ പോലെ ആയിത്തീരുവാനും അവൻ നമുക്ക് വേണ്ടി മരിച്ചു വീണ്ടും ഉയർത്ത പ്രകാരം നാം പാപത്തിന് മരിക്കുവാനും നീതിക്ക് വീണ്ടും ഉയർത്തുവാനും നമ്മുടെ വല്ലാത്ത ദുരാഗ്രഹങ്ങളെ ഒക്കെയും ഇടപെടാതെ മരിപ്പിക്കുവാനും സകലസുന്ദരവും ദൈവഭക്തിയുമുള്ള നടപ്പിൽ നാൾതോറും വർദ്ധിക്കുവാനുള്ള നമ്മുടെ പ്രതിജ്ഞയെ ഭക്ഷ്യമേ നമുക്ക് കാണിക്കുന്നു എന്ന് നാം എപ്പോഴും ഓർക്കേണ്ടതാകുന്നു. വീണ്ടും പ്രാർത്ഥിക്കാം. സർവശക്തിയുള്ള ദൈവമേ, ഞങ്ങളുടെ സ്വർഗ്ഗസ്ഥ പിതാവേ, നിന്റെ വാഴ്ത്തപ്പെട്ട പുത്രൻ മത്സരത്തിൽ സാധാരണ ഭവനത്തിലെ ജീവിതത്തിൽ ഓഹരിക്കാനായല്ലോ. ഈ പൈതൽ വളരാനുള്ള ഭവനത്തെ അനുഗ്രഹിക്കണമെന്ന് ഞങ്ങൾ നിന്നോട് യാചിക്കുന്നു. ഇവനെ കുറിച്ച് ഇടപെടാനുള്ള ഭയത്തിലും സ്നേഹത്തിലും വളർന്നു വരേണ്ടതിന് ഇവനെ പരിപാലിക്കുന്ന എല്ലാവർക്കും ജ്ഞാനവും വിവേകവും നൽകണമെന്ന് നിന്റെ പുത്രനായ യേശു മിശിഹാ മൂലം ഞങ്ങൾ നിന്നോട് അപേക്ഷിക്കുന്നു. ആമേൻ. യേശുക്രിസ്തുവിന്റെ രക്തത്താൽ ഞങ്ങളെ വീണ്ടെടുത്ത ദൈവമേ, ഞങ്ങളെ സ്നാനത്താൽ നിന്റെ രാജ്യത്തിന്റെ ആഗമനം പ്രഘോഷിക്കുവാൻ ഞങ്ങളെ വിളിച്ചിരിക്കുന്നുവല്ലോ. ജീവിതത്തിലെ ഏതവസ്ഥയിലും നിന്റെ സ്നേഹത്തിന്റെ വിശ്വസ സാക്ഷികളായി ജീവിക്കുവാനുള്ള ധൈര്യവും ആത്മീയ ചൈതന്യവും ആദ്യം അപ്പോസ്തലന്മാർക്ക് നൽകിയതുപോലെ ഞങ്ങൾക്ക് പ്രത്യേകമായി നേരെ ദിവസം സ്നാനത്തിൽ സ്നേഹിക്കപ്പെട്ടിരിക്കുന്ന ഈ പൈതലിനെ നൽകണമെന്ന് ഞങ്ങളുടെ വീണ്ടെടുപ്പുകാരൻ രക്ഷിതാവുമായ യേശുക്രിസ്തു മൂലം ഞങ്ങൾ അപേക്ഷിക്കുന്നു. ആമേൻ. വളരെ വളരെ സന്തോഷമുണ്ട് ഇന്ന് പ്രിയറിന്റെ സ്നാന ശുശ്രൂഷ നടത്തുവാനൊക്കെ വേണം ഇടയായതിൽ ഈ കാര്യം വളരെ നേരത്തെ എന്നോട് പറയുകയും ഞങ്ങളെ കുടുംബമായിട്ട് ഇതിലേക്ക് ക്ഷണിക്കുകയും ചെയ്തു. പ്രത്യേകിച്ച് പ്രിയ സാറിനോടും കൊച്ചമ്മയോടും പ്രിയപ്പെട്ടവരോട് മാതാപിതാക്കന്മാരോട് പ്രിയപ്പെട്ടവരോട് എല്ലാവരോടുമുള്ള ഹൃദയം നിറഞ്ഞ നന്ദി സ്നേഹം ആദ്യമേ ഈ സമയത്ത് അറിയിക്കട്ടെ. അതോടൊപ്പം
ഈ ശുശ്രൂഷയെക്കുറിച്ച് സ്നേഹമുള്ള വികാരിച്ചൻ എന്നോട് നേരത്തെ പറഞ്ഞു. അവർ രണ്ടുപേരും കൂടെ എന്നോട് പറഞ്ഞു. പ്രത്യേകിച്ച് അച്ഛനോടും ഇന്ന് ഈ വിശുദ്ധ ബപ്തിസ്മയിൽ പങ്കുചേരുന്ന ബഹുമാനായ അച്ഛന്മാർ എല്ലാവരെയും നമ്മുടെ മഹാടയിൽ, അതുപോലെ തന്നെ നമ്മുടെ കൊല്ലങ്കണ്ടാരുടെ മഹാടയിൽ നമ്മുടെ പ്രിയപ്പെട്ട അച്ഛന്മാർ വന്നിട്ടുണ്ട്. നമ്മുടെ പ്രിയപ്പെട്ട സഭാ ശുശ്രൂഷകർ വന്നിട്ടുണ്ട്. അവരെല്ലാം ഓർത്ത് ഞാൻ ദൈവത്തിന് നന്ദി കരയറ്റി. കൂടാതെ ഇന്ന് ഈ സഭയിൽ നിന്നും അതുപോലെ തന്നെ ഉപസഭകളിൽ നിന്നും അതോടൊപ്പം നമ്മുടെ ഈ സാറിൻ്റെയും കൊച്ചമ്മയുടെയും സഭകളിൽ നിന്നും കുടുംബാംഗങ്ങളിൽ നിന്നും പ്രിയപ്പെട്ടവരായി കടന്നു വന്നിരിക്കുന്ന എല്ലാവരെയും ഞാനും ദൈവത്തെ സ്തുതിക്കുന്നു, ഓർത്തപ്പെടുന്ന പ്രത്യേകമായ നന്ദി സ്നേഹവും അവരോട് അറിയിക്കുകയും ചെയ്യുന്നു. ശുദ്ധ സ്നാനം ശുശ്രൂഷ നമ്മൾ കേട്ടുവല്ലോ. അതിനകത്ത് പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളൊക്കെയും ചെയ്യുവാൻ ജ്ഞാനമാതാവക്കന്മാർ മാത്രമല്ല, മാതാവക്കന്മാരും അതുപോലെ തന്നെ സഭയും അതിന് ബാധ്യസ്ഥരാണ്. എൻ്റെ അകത്ത് പറഞ്ഞിരിക്കുന്ന കാര്യം വളരെ ശ്രദ്ധിക്കണം. ഈ കാലത്ത് വളരെയധികം ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നതും ശ്രദ്ധിക്കുന്നതുമായ കാര്യമാണ്. ഈ പൈതൽ ഇന്നിപ്പോൾ സ്നാനം കഴിഞ്ഞു. സുമാർ നമ്മുടെ രീതി അനുസരിച്ച് ഒരു 14 വർഷം കഴിയുമ്പോഴാണ് എന്ത് ചെയ്യുന്നത്? സ്ഥിരീകരണത്തിനാണ് ഇവിടെ കൊണ്ടുവരും. അപ്പോൾ സ്നാനത്തിൻ്റെ ഒരു പൂർത്തീകരണം എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ഇതിൻ്റെ ഒരു തുടക്കമാണ്. പൂർത്തീകരണം എവിടെയാണ്? പൂർത്തീകരണം സ്ഥിരീകരണത്തിലാണെന്നാണ് നമ്മൾ അത് സൂക്ഷ്മമായി നോക്കുമ്പോൾ കാണാൻ സാധിക്കും. അതാണ് ഇവിടെ പ്രതിജ്ഞ ചെയ്യുന്നത്. പ്രതിജ്ഞ ചെയ്യുമ്പോൾ 2-3 കാര്യം പറയുന്നുള്ളൂ. ഒന്ന്, ഈ കൊച്ചിനെ എന്നാ പഠിപ്പിക്കണം? എന്നാ പഠിപ്പിക്കണം? കേട്ടായിരുന്നോ? എന്നാ പഠിപ്പിക്കണം? കർത്താവിൻ്റെ പ്രാർത്ഥന, സ്വർഗസ്ഥനായ ഞങ്ങളെ പിതാവേ എന്നുള്ള പ്രാർത്ഥന ഈ കൊച്ചിനെ പഠിപ്പിക്കണം. പിന്നെ 10 കൽപ്പന എന്ത് ചെയ്യണം? ഈ കൊച്ചിനെ പഠിപ്പിക്കണം. പിന്നെയോ വിശ്വാസ പ്രമാണം ഈ കൊച്ചിനെ പഠിപ്പിക്കണം. പിന്നെ ഒരു ക്രിസ്തീയ പൈതൽ, ഒരു ക്രിസ്ത്യാനി തൻ്റെ ആത്മാവിൻ്റെ സൗഖ്യത്തിനായി അറിഞ്ഞു വിശ്വസിക്കേണ്ടത് സകല സംഗതികൾ ഈ കൊച്ചിനെ പഠിപ്പിക്കണം. അതിനുശേഷം എന്ത് ചെയ്യണം? സ്ഥിരീകരിപ്പാനായിട്ട് എപ്പിസ്കോപ്പയുടെ അടുക്കൽ കൊണ്ടു ചെല്ലണം. എപ്പിസ്കോപ്പ എന്ന് പറഞ്ഞാൽ ബിഷപ്പ് അല്ലേ? ബിഷപ്പിൻ്റെ അടുക്കൽ കൊണ്ടു ചെല്ലണം. 14 വർഷം കഴിയുമ്പോൾ സംഭവിക്കുന്ന കാര്യമാണ് ഈ പറയാം. ഓക്കെ. ഇവിടെ മാതാപിതാക്കന്മാരും ജ്ഞാനമാതാക്കന്മാരും കൊണ്ട് എന്നാ ചെയ്തിട്ടുണ്ട്? തീർച്ചയായിട്ടും ചെയ്യും എന്ന് പറഞ്ഞ് പോവാണ്. കൊച്ചിനെ അതിന് ശേഷം എന്ത് ചെയ്തു? ഇവിടെ സമർപ്പിച്ചു അല്ലേ? ഇവിടെ സമർപ്പിച്ചു. ഈ കൊച്ചിപ്പോൾ ആരാണ്? ദൈവ പൈതലാണ്. ഈ കൊച്ചാരാണ്? ദൈവ പൈതലാണ്. ഇതുവരെ ഇവിടെ സ്നാനം നമ്മൾ നടത്തുന്നിടം വരെ ആ കൊച്ചൊരു സാധാരണ കൊച്ചാണ്, സാധാരണ ഒരു മനുഷ്യ കുഞ്ഞാൻ. ഇപ്പോഴോ ദൈവ പൈതലായത് അല്ലേ? എന്നിട്ട് കൊച്ചിനെ തിരിച്ചു കൊടുത്തു അല്ലേ? ദേവാലയത്തെ സമർപ്പിച്ചു കഴിഞ്ഞാൽ പിന്നെ ദേവാലയത്തിൽ ഇരിക്കേണ്ടതാണ് അല്ലേ? അതിൻ്റെ രീതി അതാണ്. പക്ഷേ കുഞ്ഞാണല്ലോ, അതുകൊണ്ട് കുഞ്ഞിനെ വളർത്താനായിട്ട് എന്ത് ചെയ്താണ്? കൊടുത്തു വിടാൻ. ഈ കൊച്ചിനെ വളർത്താൻ നിങ്ങൾക്ക് തന്നു വിടുകയാണ്. എങ്ങനെ വളർത്തണമെന്ന് പറഞ്ഞിട്ടുണ്ട്. എങ്ങനെ വളർത്തണമെന്നാ? ഒരു ദൈവ പൈതലായിട്ട് ഈ കൊച്ചിനെ വളർത്തും. മാതാപിതാക്കന്മാരും ജ്ഞാനമാതാക്കന്മാരും ചില കാര്യങ്ങൾ ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഈ കൊച്ചിന് അനുകരിക്കാൻ കൊള്ളാത്ത യാതൊരു സംഗതികളും എന്ത് ചെയ്യരുത്? ഈ കൊച്ചിൻ്റെ മുമ്പാകെ നിങ്ങൾ ചെയ്യരുത്. നല്ല വർത്തമാനം മാത്രമേ, നല്ല സംസാരങ്ങൾ മാത്രമേ, നല്ല ഭാഷകൾ മാത്രമേ എന്ത് ചെയ്യാവൂ? ഈ കൊച്ചു കേക്കെ പറയാമോ അല്ലേ? കൊച്ചിനോട് ഒത്തിരി കണ്ണുരുട്ടുകയോ ദേഷ്യപ്പെടുകയോ ഒന്നും എന്ത് ചെയ്യരുത്. അത് ആ കൊച്ചിൻ്റെ വിശ്വാസ ജീവൻ തടസ്സമായിട്ടുള്ള കാര്യം ചെയ്യരുത്. അങ്ങനെ ഒത്തിരി കാര്യങ്ങൾ പറയുന്നത്, ഞാൻ എല്ലാം വിശദീകരിച്ച് പറയുന്നത്. ചെയ്യാമെന്ന് പറഞ്ഞ് എന്ത് കൊച്ചിനെ കൊണ്ടുപോവുകയാണെ. സഭ ഇത്രയും പേര് വന്നിട്ടുണ്ടല്ലേ? നിങ്ങൾക്കൊരു ഉത്തരവാദിത്വമുണ്ട്. ഈ കുഞ്ഞുങ്ങളെ സ്നാനപ്പെടുത്തി കഴിഞ്ഞാൽ എന്ത് ചെയ്യണം? സ്നാനപ്പെടുത്തിയ കുഞ്ഞുങ്ങൾ അവർ സ്വയം ഈ പ്രതിജ്ഞകൾ ഏറ്റെടുക്കുന്നിടം വരെ അവർക്ക് വേണ്ടി പ്രാർത്ഥിപ്പാനുള്ള ഉത്തരവാദിത്വം ആർക്കുണ്ട്? സഭയ്ക്കുണ്ട്. പണ്ടൊക്കെ അങ്ങനെ നമ്മുടെയൊക്കെ പിള്ളേരെ ഒരുപക്ഷെ നമ്മളൊക്കെ എൻ്റെ അത്രയും പ്രായമുള്ള ആൾക്കാരൊക്കെ കേട്ടിട്ടുണ്ടാവും. വീട്ടിലെ കാരണവന്മാർ മാത്രമല്ല വഴക്ക് പറയുന്നത്, പിന്നെ ആരെല്ലാം കൂടെ വഴക്ക് പറയും? വീട്ടിൽ നമ്മുടെ പള്ളിയിൽ പോയാലും വഴി നടന്നാലും അതിലെ പോയാലും എന്ത് ചെയ്യും? പ്രായമുള്ള ആൾക്കാരൊക്കെ നമ്മൾ എന്ത് ചെയ്യും? വഴക്ക് പറയും അല്ലേ? അത് അവരുടെ ഒരു ഉത്തരവാദിത്തമാണ്. നമ്മൾ വേറെ കുട്ടികളായിട്ട് വഴക്കുണ്ടാക്കുമ്പോൾ തീടാ വഴക്കുണ്ടാക്കണം, ഞാൻ വീട്ടിൽ പോയി പറയുന്നു അല്ലേ? അടുത്ത വീട്ടിലെ അപ്പച്ചൻ എന്നാ നമ്മളെ ഉപദേശിക്കാൻ കാര്യം? ഇന്നത്തെ തലമുറയുടെ അങ്ങനെ പറയും അല്ലേ? അവരത് ഉത്തരവാദിത്തമായിട്ട് കണ്ടിരുന്നു. അവരുടെ കൊച്ചല്ലെങ്കിലും ഒരു കൊച്ചും എന്ത് ചെയ്യരുത്? മോശം സ്വഭാവത്തിൽ പോരുന്നതാണ്. ഇന്ന് അങ്ങനെ പറയാനായിട്ടൊരു സ്വല്പം ബുദ്ധിമുട്ടുണ്ട്. നമ്മുടെ കൊച്ചിനെ തന്നെ നോക്കാൻ പറ്റത്തില്ല, അന്നേരം പിന്നെ ബാക്കിയുള്ളവരുടെ പിള്ളേരെ നോക്കണം എന്നൊരു ചിന്തയിൽ എന്ത് ചെയ്യുന്നു പോകുന്നുണ്ട്. പക്ഷേ ഇതൊരു സാമൂഹ്യമായിട്ടുള്ള ഉത്തരവാദിത്തമാണ്, സഭയുടെ ഉത്തരവാദിത്തമാണ്. കുഞ്ഞുങ്ങൾ എന്ത് ചെയ്യണം? ദൈവഭക്തിയിൽ വളർന്നു വേണം എല്ലാവിധമായ സാഹചര്യങ്ങളും ഉണ്ടാക്കി കൊടുക്കുക.
പ്രിയപ്പെട്ട സാറിനെയും കൊച്ചമ്മയും സംബന്ധിച്ച് അത് ഞാൻ ഇങ്ങനെ പറയുന്നത് അത്ര ശരിയാണോ തിരുമേനി എന്നൊരു പക്ഷേ നിങ്ങൾക്ക് തോന്നിക്കാണും. എന്നാലും സ്നാന ശുശ്രൂഷ പറയാതിരിക്കാൻ പറ്റത്തില്ല, അതുകൊണ്ട് അങ്ങനെ പറയുകയാണ്. അതുകൊണ്ട് സാറ് സഭയുടെ ശുശ്രൂഷകനാണ്, ഇവിടെ വളരെ നല്ല ശുശ്രൂഷ ചെയ്യുന്നു. ആ കാര്യത്തിൽ ഈ ഉപദേശം പഠിപ്പിക്കുന്ന കാര്യവും പ്രാർത്ഥന ചൊല്ലുന്ന കാര്യവും സാറിനോട് പ്രത്യേകിച്ച് പറയേണ്ടതില്ല. അതുമായിട്ട് ബന്ധപ്പെട്ട കുടുംബാംഗങ്ങളോടും പ്രത്യേകിച്ച് പറയേണ്ടതില്ല. എങ്കിലും പൊതുവായിട്ട് ഇതാണ് ഈ സ്നാന ശുശ്രൂഷയിലൂടെ നമ്മൾ ലക്ഷ്യം വയ്ക്കുന്നത്. അത് നമ്മൾ പ്രത്യേകമായി ഓർക്കുകയും കുഞ്ഞിന് വേണ്ടി പ്രത്യേകമായി പ്രാർത്ഥിക്കുകയും ചെയ്യുക. ഞങ്ങളെ എല്ലാവരെയൊക്കെയും വിളിച്ച് വലിയ സന്തോഷത്തിൽ പങ്കുചേർത്തതിന് സാറിനോട് പ്രത്യേകമായിട്ടുള്ള നന്ദി, കൊച്ചമ്മയോടുള്ള പ്രത്യേക നന്ദി ഈ സമയത്ത് ഞങ്ങൾ അറിയിക്കുന്നു. ഞങ്ങൾ കുടുംബമായിട്ടുള്ള നന്ദി സ്നേഹവും ഞങ്ങൾ ഈ സമയത്ത് അറിയിക്കുന്നു. ദൈവം നമ്മളെ എല്ലാവരെയും ഒരുപോലെ അനുഗ്രഹിക്കുകയും ചെയ്യുമാറാകും. ഉണ്ടോ? ശുശ്രൂഷയുണ്ടോ? ഈ സമയത്ത് കുഞ്ഞ് ഒരു പാട്ടിൻ്റെ ചരണം പാടുന്ന സമയത്ത്, ഗായക സംഘം പാടുന്ന സമയത്ത് കുഞ്ഞ് സ്തോത്രകാഴ്ച സമർപ്പിക്കുന്നതാണ്. കൂടെ സ്തോത്രകാഴ്ചയ്ക്ക് ഒരുങ്ങി വന്നിട്ടുള്ളവർ സ്തോത്രകാഴ്ച ഈ ശുശ്രൂഷയിൽ സമർപ്പണത്തിൽ പങ്കുചേരാം എന്ന് പ്രത്യേകമായിട്ട് കുഞ്ഞിനെ കൊണ്ട് ഇവിടെ കൊണ്ടുവന്ന് ആദ്യത്തെ സ്തോത്രകാഴ്ച സമർപ്പിക്കണം. ബാക്കിയുള്ളവർക്കും അതിൽ പങ്കുചേരാം. എന്നോടുള്ള നിൻ കുഞ്ഞിനെ ഈ ആരാധനാ മധ്യത്തിൽ അങ്ങയുടെ സന്നിധിയിൽ കൊണ്ടുവന്ന് സമർപ്പിച്ച് അവിടുത്തെ പൈതൃകത്തിൽ തീർക്കുവാൻ അവകാശിയാക്കി തീർക്കുവാൻ പരിശുദ്ധനായിരിക്കും കർത്താവെ അവിടുന്ന് സഹായിച്ചല്ലോ. നന്ദിയോടെ സ്തോത്രം. ശുശ്രൂഷ നേരം നൽകിയ അഭ്യുന്ന തിരുമേനിക്കായി കൊച്ചമ്മയ്ക്കായി പ്രാർത്ഥിക്കുന്നു. ധാരാളമായ കൃപ കൊണ്ട് നിറച്ച് അവിടുന്ന് അനുഗ്രഹിക്കണമേ. ഇതിലുള്ള വൈദിക ശ്രേഷ്ഠർക്കായ സ്തോത്രം ചെയ്ത് സ്തുതിക്കുന്നു. അവരെയും ധാരാളമായി അനുഗ്രഹിക്കണം. ശുശ്രൂഷകൾ എല്ലാവരെയും അവിടുന്ന് അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. സാറിനെയും അതേ കൊച്ചുമേയും കുഞ്ഞിനെയും അനുഗ്രഹിക്കണം. ബന്ധുമിത്രാദികളെയും ചർച്ചക്കാരെ എല്ലാവരും അനുഗ്രഹിച്ച് സമാധാനത്തോടെ സന്തോഷത്തോടെ പ്രത്യാശയോടെ അവിടുന്ന് പറഞ്ഞയക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഈ സഭയെ അവിടുന്ന് അനുഗ്രഹിക്കണം. കുടുംബങ്ങളെ അനുഗ്രഹിക്കണം. ജനങ്ങളെല്ലാവരെയും അവിടുന്ന് അനുഗ്രഹിക്കണം. അവയെ സൂക്ഷിക്കണം, പരിപാലിക്കണം. താവയങ്ങളുടെ വളരെ ശുക്രമായിരിക്കുന്നുണ്ട്.
തൊഴിലാളികളെല്ലാവരെയും പ്രത്യാശ വഴി നടത്തണം. യേശുവോട് അപേക്ഷിക്കുന്നു, കൃപയോടെ കേൾക്കണമേ. ചേർന്ന് പ്രാർത്ഥിക്കാം. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, നിന്റെ നാമം വിശുദ്ധീകരിക്കപ്പെടണമേ, നിന്റെ രാജ്യം വരണമേ, നിന്റെ സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. ഞങ്ങൾക്ക് ആവശ്യമുള്ള ആഹാരം തരണമേ, ഞങ്ങളുടെ കാര്യം ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ മേലോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പരീക്ഷയിൽ കിടത്താതെ ഞങ്ങളെ വിടുവിക്കണമേ. രാജ്യവും ശക്തിയും മഹത്വവും നിന്നിലേക്ക് നൽകാവുന്നു. ആമേൻ. ആശീർവാദം. കർത്താവ് നിങ്ങളെ അനുഗ്രഹിച്ച് നിങ്ങളെ കാക്കട്ടെ. കർത്താവ് നിങ്ങളെ പ്രകാശിപ്പിച്ച് നിങ്ങളോട് കൃപയുണ്ടാകട്ടെ. കർത്താവ് പ്രസാദം നിങ്ങളുടെ മേൽ ഉയർത്തി നിങ്ങൾക്ക് ഇപ്പോഴും സമാധാനം നൽകുന്നവരാകട്ടെ. ഇങ്ങനെ പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവശക്തനായ ദൈവത്തിന്റെ അനുഗ്രഹം നിങ്ങളുടെ ഉണ്ടാകും. എല്ലായ്പ്പോഴും നിങ്ങളോടുകൂടെ ഇരിക്കുമാറാകട്ടെ. എല്ലാവർക്കും ശാന്തമായി ദർശനം പഠിപ്പിക്കാം. ദൈവത്തിന്റെ നാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഈ മനോഹരമായ അനുഗ്രഹിക്കപ്പെട്ട ശുശ്രൂഷയിൽ നമുക്ക് എല്ലാവർക്കും ചേർന്ന് ഇതിന്റെ തിന്മയോടൊപ്പം പങ്കെടുക്കുവാൻ നൽകിയ അവസരത്തെ ഓർത്ത് ദൈവത്തിന് നന്ദിയോടെ ഞാൻ സ്തോത്രം ചെയ്യുന്നു. വളരെ അനുഗ്രഹിക്കപ്പെട്ട ശുശ്രൂഷയിൽ നമുക്ക് ഒരുമിച്ചായിരിക്കാൻ നമ്മെ സഹായിച്ചല്ലോ. കൊച്ചുമേയും ഓർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. കുഞ്ഞുങ്ങളെയും ഓർത്ത് പ്രത്യേകിച്ച് കഴിഞ്ഞ നാളുകളിൽ വളരെ അനുഗ്രഹിക്കപ്പെട്ട ശുശ്രൂഷ ഈ സഭയിൽ പ്രിയപ്പെട്ടവർ ചെയ്തുകൊണ്ടിരിക്കുന്ന ഇടപെട്ടക്കാരൻ എന്നുള്ള രീതിയിൽ പ്രിയപ്പെട്ട സുബിൻസാമോട് ചേർന്ന് പ്രവർത്തിപ്പാനിരിക്കും ഈ നാളുകളെ സഹായിച്ചുകൊണ്ടിരിക്കുന്നു. പ്രത്യേകിച്ച് സഭാജനങ്ങളോട് ചേർന്ന് കമ്മിറ്റിക്കാരോട് ചേർന്ന് സഭയുടെ വികസനത്തിന് വേണ്ടി ഒത്തിരി കാര്യങ്ങൾ അദ്ദേഹം ഈ നാളുകളിൽ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് അതോടൊപ്പം തന്നെ ഇതിൽ മാറ്റം നിങ്ങൾക്ക് എല്ലാവർക്കും കാണുവാനായിട്ട് കഴിയുന്നുണ്ടല്ലോ. അദ്ദേഹം അതിനുവേണ്ടി ആത്മാർത്ഥമായി ശ്രമിക്കുന്നുണ്ട്. നമ്മുടെ കൂട്ടായ്മകളും സഭയുടെ എല്ലാ പ്രവർത്തനങ്ങളും വളരെ സജീവമായി മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് സംഘടനകളും എല്ലാം തീർച്ചയായിട്ടും സ്മിൻസാമിനെയും കൊച്ചമ്മയും കുഞ്ഞുങ്ങളെയും ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. പ്രത്യേകിച്ച് ഇടവകയുടെ പേരിലുള്ള നന്ദി അറിയിക്കുന്നു. ഇപ്പോൾ അഭിനന്ദ തിരുമേനിക്കും കടന്നു വന്ന എല്ലാവർക്കും നന്ദി അറിയിക്കുവാനായിട്ട് ഏറ്റവും സ്നേഹം നിറഞ്ഞ സുനിൽ സാറിന് ക്ഷണിക്കുന്നു. ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. അനുഗ്രഹീതമായി നല്ല നിമിഷത്തിനായിട്ട് ദൈവത്തിന് നന്ദി അറിയിച്ചാണ് ദൈവത്തിന് സ്തോത്രം ചെയ്യാണ്. പ്രത്യേക ദൈവാനുഗ്രഹമായിട്ട് ഞങ്ങൾക്കൊരു പൈതലിനെ കൂടി തന്നു. അതിൽ തന്നെ ദൈവത്തിന് തന്നെ സ്തോത്രം ചെയ്യട്ടെ. ഈ കുഞ്ഞിൻ്റെ സ്ഥാനത്തിനെ പറ്റി ഞങ്ങൾ ആലോചിക്കുകയും അഭിമന്യ തിരുമേനിയുടെ അടുക്കൽ ചെല്ലുകയും അഭിമന്യ തിരുമേനിയോട് ഞങ്ങൾ ആവശ്യപ്പെടുകയും ചെയ്തു. ഞങ്ങളുടെ കുഞ്ഞിൻ്റെ സ്നാനം ഞങ്ങൾക്ക് നടത്തി തരണമെന്ന് തിരുമേനിയോട് ആവശ്യപ്പെട്ടപ്പോൾ ഏറ്റവും സന്തോഷത്തോടും ഞങ്ങൾ ഇന്നത്തെ ദിവസം സ്നാനം നടത്താമെന്നും അഭിമന്യ തിരുമേനി ഞങ്ങളെ അറിയിച്ചു. ഞങ്ങൾ ഈ ദേശത്തിലേക്ക് കടന്നു വന്നപ്പോൾ, ഈ മഹാടവിലേക്ക് കടന്നു വന്നപ്പോൾ ഞങ്ങളെ അതിവാത്സല്യമായാണ് തിരുമേനിയും കുശുമയൊക്കെ ഞങ്ങളെ കൈക്കൊണ്ടത്. ഏറ്റവും ബഹുമാനവും സ്നേഹമുള്ളതായ റവറൻ വി എസ് ഫ്രാൻസിസ് തിരുമേനിയോടുള്ളതായ നന്ദി സ്നേഹത്തെയും എൻ്റെയും ഞങ്ങളുടെ കുടുംബാംഗങ്ങളുടെയും പേരിൽ തിരുമേനി അറിയിക്കുകയാണ്. തിരുമേനിയോടൊപ്പം തന്നെ ലാതി കുശുമയും കടന്നു വന്നു. കുശുമയോടുള്ളതായ നന്ദി സ്നേഹവും ഞങ്ങളുടെ കുടുംബാംഗങ്ങളുടെ പേരിലും വ്യക്തിപരമായ പേരിലും അറിയിക്കുന്നു. ഞങ്ങളുടെ ഇടപെടുകാരിയും ഏറ്റവും ബഹുമാനവും സ്നേഹമുള്ളതായ രാജേഷ് കുഞ്ഞുമോനച്ഛൻ അച്ഛനോട് ഞങ്ങളുടെ ആലോചന പറഞ്ഞു മുതലേ അച്ഛൻ ഓരോ കാര്യവും ഞങ്ങളോട് പറയുകയും അതിപ്രകാരം ചെയ്യുവാൻ ഞങ്ങൾ ശ്രമിക്കുകയും ചെയ്തു. ഞങ്ങളുടെ കുടുംബത്തോടൊപ്പം ഞങ്ങളുടെ കുടുംബാംഗമായി എന്നും ഞങ്ങളോടൊപ്പമായിരിക്കുന്ന ഏറ്റവും ബഹുമാനവും സ്നേഹമുള്ള രാജേഷ് കുഞ്ഞുമോനച്ഛനുള്ളതായ നന്ദി സ്നേഹത്തെ ഈ സമയത്ത് അറിയിക്കുന്നു. കൊച്ചമ്മയും കുഞ്ഞുങ്ങളും കടന്നു വന്നിട്ടുണ്ട്. അവരുള്ളതായ നന്ദി സ്നേഹത്തെയും ഞങ്ങളുടെ കുടുംബാംഗങ്ങളുടെ പേരിൽ ഞങ്ങൾ അറിയിക്കുകയാണ്. ഏറ്റവും ബഹുമാനവും സ്നേഹമുള്ളതായ ജോബി ബേബി അച്ഛൻ്റെ വലിയ നിർദ്ദേശങ്ങൾ ഞങ്ങൾക്ക് ഏറ്റവും അനുഗ്രഹമാണ്. ഇന്ന് രാവിലെയും അച്ഛൻ്റെ വലിയ നിർദ്ദേശങ്ങൾ ഞങ്ങൾക്കുണ്ടായിരുന്നു. ഏറ്റവും ബഹുമാനവും സ്നേഹമുള്ളതായ ജോബി ബേബി അച്ഛനുള്ളതായ നന്ദി സ്നേഹത്തെയും ഞങ്ങളുടെ കുടുംബാംഗങ്ങളുടെ പേരിൽ അറിയിക്കുന്നു. ഏറ്റവും സ്നേഹവും ബഹുമാനമുള്ളതായ ഇമ്മാനുവൽ അച്ഛൻ എല്ലാ കാര്യത്തിലും ഞങ്ങളോടൊപ്പം ഉണ്ട്.
ഞങ്ങൾക്ക് വേണ്ട നിർദ്ദേശങ്ങളൊക്കെയും അച്ഛൻ നൽകുന്നു. അച്ഛനുള്ളതായ നന്ദി സ്നേഹത്തെയും ഞങ്ങളെല്ലാവരുടെയും പേരിൽ പ്രത്യേകിച്ച് അറിയിക്കുന്നു. പ്രശ്നമേയും കടന്നു വന്നിട്ടുണ്ട്. ഞങ്ങൾ മുമ്പിലുള്ള കുടുംബബന്ധമുണ്ട്. അത് ഇനിയും നേതൃത്വം കോച്ചുകളോടും കുഞ്ഞുങ്ങളോടുമായ നന്ദി സ്നേഹത്തെ ഈ സമയത്ത് അറിയിക്കുന്നു. ആൽബിനച്ഛൻ ഇവിടെ കടന്നു വന്നിട്ടുണ്ട്. നമ്മുടെ കുടുംബാംഗം തന്നെയാണ്. അച്ഛനുള്ളതായ നന്ദി സ്നേഹത്തെ ഞങ്ങളുടെ കുടുംബങ്ങളുടെ പേരിൽ അറിയിക്കുന്നു. മാതാപിതാക്കളും കടന്നു വന്നിട്ടുണ്ട്. അവരുള്ളതായ നന്ദി സ്നേഹത്തെ ഈ സമയത്ത് അറിയിക്കുന്നു. മോൻസിക്കുട്ടി അച്ഛനും ഏറ്റവും ബഹുമാനവും സ്നേഹമുണ്ട്. ഞങ്ങളുടെ കുടുംബത്തിന്റെ ഭാഗം തന്നെയാണ് അച്ഛനും. അച്ഛനുള്ളതായ നന്ദി സ്നേഹത്തെ ഈ സമയത്ത് അറിയിക്കുകയാണ്. കടന്നു വന്നിരിക്കുന്ന ഓരോ ശുശ്രൂഷകരുണ്ട്. ജോസാറിനുള്ളതായ നന്ദി സ്നേഹത്തെ പ്രത്യേകിച്ച് അറിയിക്കുന്നു. എൻ്റെ ഞങ്ങളുടെ സഭയിലെ ശുശ്രൂഷകരാണ്. സാറും ഞങ്ങളോടൊപ്പം എപ്പോഴും ഉണ്ട്. ഞങ്ങളുടെ പ്രാർത്ഥനയും ഞങ്ങളുടെ കൈത്താങ്ങലായിരുന്നു സാറും നിൽക്കുന്നു. സാറിനുള്ളതായ നന്ദി സ്നേഹത്തെ ഈ സമയത്ത് അറിയിക്കുകയും ചെയ്യുന്നു. കെ സി സാമുവൽ സാറ് ഞങ്ങളോടൊപ്പം കടന്നു വന്നിട്ടുണ്ട്. സാറും എപ്പോഴും ഞങ്ങളുടെ ഉപദേശങ്ങളും നിർദ്ദേശങ്ങളൊക്കെയും തരുന്നതായ സാറാണ്. ഏറ്റവും സ്നേഹത്തോടെ വിളിച്ചപ്പോഴും ശാരീരികമായ ബുദ്ധിമുട്ടും പ്രയാസമൊക്കെ ഉണ്ടെങ്കിലും ഞങ്ങളുടെ ഈ സ്ഥാന ശുശ്രൂഷയിലേക്ക്, ഞങ്ങളുടെ കുഞ്ഞിൻ്റെ സ്ഥാന ശുശ്രൂഷയിലേക്ക് സാറും വിഷമയും കടന്നു വന്നിട്ടുണ്ട്. ഇവരോടായ നന്ദി സ്നേഹത്തെയും ഈ സമയത്ത് അറിയിക്കുന്നു. സാഹിബ് സാറിനോടുള്ളതായ സ്നേഹത്തെ, ഞങ്ങളുടെ നന്ദിയെ ഞങ്ങളുടെ കുടുംബാംഗങ്ങളുടെ പേരിൽ ഈ സമയത്ത് അറിയിക്കുകയാണ്. അതോടൊപ്പം തന്നെ ജോയ്മോൻ സാറിനോട് പ്രത്യേകിച്ച് ഞങ്ങൾ നന്ദി പറയാണ്. ഞങ്ങളോടൊപ്പം എല്ലാ കാര്യത്തിലും ഞങ്ങളോടൊപ്പം ഉണ്ട്. സാറിനോട് ഞങ്ങളുടെ കുടുംബാംഗങ്ങളുടെ പേരുള്ളതായ നന്ദി സ്നേഹത്തെ ഈ സമയത്ത് അറിയിക്കുന്നു. അതോടൊപ്പം തന്നെ ഞങ്ങളെ ക്ഷണം സ്വീകരിച്ചു വന്ന മുണ്ടകത്തിൽ നിന്ന് വന്നവരുണ്ട്, ഞങ്ങളുടെ ബന്ധു സാധ്യതകളുണ്ട്, ഞങ്ങളുടെ സുഹൃത്തുക്കളുണ്ട്, ഞങ്ങളുടെ ശാസ്ത്രക്കാർ എല്ലാവരുള്ളതായ നന്ദി സ്നേഹത്തെയും കുടുംബങ്ങളുടെ പേരിൽ ഈ സമയത്ത് അറിയിക്കുന്നു. ഞങ്ങളുടെ കട്ടുപ്പാറ സഭയെപ്പറ്റി പറയാതിരിക്കുവാൻ കഴിയത്തില്ല. ഞാനിവരെ വിളിച്ചപ്പോഴും പറഞ്ഞത് അപ്രകാരം തന്നെ. ഞാൻ നിങ്ങളെ ഗസ്റ്റായിട്ടൊരിക്കലും വിളിക്കത്തില്ല. നമ്മുടെ കുടുംബമായിട്ട് നിന്ന് ഞങ്ങൾ ഈ കാര്യങ്ങളൊക്കെ ചെയ്തു തരണമേ എന്ന് പറഞ്ഞപ്പോൾ എന്നോടൊപ്പം തന്നെ നിന്ന് അധ്വാനിച്ചവരാ, എന്നോടൊപ്പം തന്നെ നിന്ന് പഠിപ്പിച്ചവരാ. എല്ലാ കാര്യത്തിലും ഞങ്ങളൊപ്പം ഈ കട്ടുപ്പാറ സഭാംഗം ഉണ്ടായിരുന്നു. അവരെ നന്ദിയോടെ ഓർക്കാതിരിക്കാൻ കഴിയത്തില്ല. ഞങ്ങൾ കുടുംബം തന്നെയാണ്. പ്രിയപ്പെട്ടവരെ, ഈ സമയത്ത് സ്നേഹത്തോടെ ഓർക്കുന്നു. നന്ദി സ്നേഹത്തെയും കുടുംബങ്ങളുടെ പേരിൽ ഈ സമയത്ത് അറിയിക്കുന്നു. ഒരു കോടി കടന്നു വന്ന എല്ലാവരോടും നന്ദിയും സ്നേഹത്തെയും അറിയിക്കുന്നു. തുടർന്ന് നിങ്ങളുടെ പ്രാർത്ഥനയിൽ ഞങ്ങളെ ഓർക്കണമേ എന്ന അപേക്ഷിച്ചുകൊണ്ട് എൻ്റെ വാർത്തകൾ നിർത്തുന്നു. ദൈവം അനുഗ്രഹിക്കുവാനാകട്ടെ. നമുക്ക് എല്ലാവർക്കും നന്ദി പറഞ്ഞ സാറിനോടുള്ള, കൊച്ചുമോടുള്ള, നിങ്ങളോടുള്ള പ്രത്യേകമായ നന്ദി ഞങ്ങൾ എല്ലാവരും ചേർന്ന് പറയുന്നു. നമ്മുടെ ഈ കട്ടുപ്പാറ സഭയെ സംബന്ധിച്ച് കട്ടുപ്പാറ ശുശ്രൂഷ ചെയ്യുന്ന ആളാണ്. ശുശ്രൂഷരായിരുന്നു ഇക്കാലം അത്രയും കാര്യാടും കൂടെ ശുശ്രൂഷ ചെയ്തിരുന്നു. അപ്പോൾ ഈ അടുത്ത കാലത്തായി നമ്മൾ കഴിഞ്ഞ ട്രാൻസ്ഫറിന് നമ്മൾ അത് രണ്ടും വേർപെടുത്തി. ഇപ്പോൾ സാറിന് ഇവിടെ മാത്രം നോക്കിയാൽ മതി. കാര്യാടിനെ നമ്മൾ ഡയസൻ ഓഫീസിലെ ഓഫീസ് സ്റ്റാഫായി പ്രവർത്തിക്കുന്ന സ്നേഹമുള്ള ജയ്മാൻ സാറിനെയാണ് വെച്ചിരിക്കുന്നത്. ഞാനത് പറയാൻ കാരണം രണ്ടിടവും വളരെ ഭംഗിയായിട്ട് ഒരു പുരോഗതിയുടെ പാതയിലാണെന്ന് പറയാതിരിപ്പം നിലവിൽ. ആൽബിനച്ഛനും മോൻസി അച്ഛനൊക്കെ ഈ കാര്യാടെന്ന് പോവുകയാണെങ്കിൽ നല്ലതായിരിക്കും എനിക്ക് തോന്നുന്നത്. കാരണം നമ്മൾ കയറ്റം കയറിയ പരിചയമുള്ളൂ, അവർക്ക് നിരപ്പേക്കൂടെ നടന്ന പരിചയമുള്ളൂ. ഇത് അതിന് വിപരീതമായിട്ടുള്ള ഇറക്കമാണ്. നല്ലൊരു എക്സ്പീരിയൻസ് ആയിരിക്കും. ഒത്തിരി ദൂരമൊന്നുമില്ല, ഒരു കിലോമീറ്റർ 90 മീറ്ററേ ഉള്ളൂ. അതിൽ ഏതാണ്ട് 1 കിലോമീറ്റർ നല്ല വഴിയാണ്. പിന്നെ ഇവിടെ ജീപ്പുകാരൊക്കെ ഇഷ്ടപ്പെടുന്ന പോലെയുള്ള കട്ടർ റോഡാണ്, ഓഫ് റോഡാണ്. പോവുക, ഇവിടെ വല്ലപ്പോഴും വരുമ്പോൾ നിങ്ങൾക്ക് അവിടെ ഇരുന്ന് മടുക്കുമ്പോൾ എന്ത് ചെയ്യുക, ആൽബിനച്ഛനും മൻസി അച്ഛനൊക്കെ ഞങ്ങൾ ഒരുമിച്ച് കഴിഞ്ഞ 1.5 വർഷം പ്രവർത്തിപ്പാൻ ഇടയായി തീർന്നു. ആൽബിനച്ഛൻ്റെ സെക്രട്ടറി ആയിട്ട് 1.5 വർഷം ഉണ്ടായിരുന്നു. ഇപ്പോഴും സെക്രട്ടറിയാണ് അല്ലേ, മറ്റൊരു ഇപ്പോഴും കൊല്ലംകൊട്ടാരക്ക മകാട് ജോസ് തിരുമേനിയുടെ സെക്രട്ടറിയായിട്ട് അച്ഛൻ പ്രവർത്തിക്കുന്നു. വളരെ സന്തോഷമുണ്ട് അവരെ രണ്ടുപേരെയും ഈ ശുശ്രൂഷ കാണാൻ ഇടയായതിൽ. കൃത്യസമയം തന്നെ അവർ വന്നു ചേർന്നു. അവരോടും അവരുടെ എല്ലാവരോടുള്ള പ്രത്യേകം ഞാൻ നന്ദി സ്നേഹസമേതം അറിയിക്കുന്നു. പ്രത്യേകിച്ച് സുമിൻ സാർ നമ്മുടെ ഈ ഇടവകയിൽ ആദ്യത്തെ
ഇവിടെ ഈശോയുടെ മകളിൽ ആദ്യത്തെ ഒരു സഭയാണ് അദ്ദേഹത്തിന് കൊടുത്തിരിക്കുന്നത്. നമ്മളിവിടെ വന്നപ്പോൾ അറിയാമായിരിക്കും, വളരെ ഭംഗിയായിട്ട് ഇതിൻ്റെ പരിസരം എല്ലാം സൂക്ഷിച്ചിട്ടുണ്ട്. ദേവാലയം നല്ല ഭംഗിയായിട്ട് സൂക്ഷിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ച് സാറിനെയും അതോടൊപ്പം തന്നെ സാറിനോട് ചേർന്ന് പ്രവർത്തിക്കുന്ന കമ്മിറ്റികളെ എല്ലാവരെയും സഭ ഒന്നടങ്കം ഞാൻ അഭിനന്ദിക്കുന്നു. വളരെ സന്തോഷം തോന്നുന്നു ഇവിടെ വരുമ്പോൾ. വെള്ളമില്ല എന്നൊരു കുഴപ്പം മാത്രമേ ഉള്ളൂ. കാരണം അതിന് പൈസ കൊടുത്താൽ ഇപ്പോൾ സാർ പറഞ്ഞു വെള്ളം നേരത്തെ തന്നെ പറ്റാൻ തുടങ്ങി. ഇപ്പം നവംബർ തീരുന്നേ ഉള്ളൂ. ഇപ്പം തന്നെ എന്തായി, വെള്ളം പറ്റിയെങ്കിൽ പിന്നെ അടുത്ത 3-4 മാസം എങ്ങനെയായിരിക്കും എന്നുള്ളതിനെക്കുറിച്ച് അറിയും. സാറിന് മാത്രമല്ല ഇവിടെയുള്ള ഒട്ടുമിക്കാരും അംഗങ്ങൾക്കും അങ്ങനെ തന്നെയാണ്. പ്രത്യേകമായി നിങ്ങളുടെ പ്രാർത്ഥന ആ കാര്യങ്ങളൊക്കെ ഓർക്കുക. മഴ ഇതുപോലെ തൂളി പോകുന്നുള്ളതാണ്. അതുകൊണ്ട് നമുക്ക് വെള്ളം ഉണ്ടാകത്തില്ല. മഴ നല്ലത് പെയ്താലേ പറ്റത്തുള്ളൂ. അങ്ങനെ ഇവിടൊക്കെ മാത്രമായിട്ട് നല്ല മഴ പെയ്യ്ക്കാനും അങ്ങനെ പ്രാർത്ഥിക്കാനും നമുക്ക് പറ്റത്തില്ല. കാരണം ഹൈ റേഞ്ച് പ്രദേശങ്ങളുള്ളവർക്ക് മഴയെന്ന് പറയുമ്പോൾ തന്നെ ഒരു പേടിയാണ്. എങ്കിലും നല്ല കാലാവസ്ഥയ്ക്ക് തന്ന് ജലക്ഷാമം ഇവിടെ ശാശ്വതമായിട്ട് പരിഹരിക്കപ്പെടുവാനും ദൈവം ഇടയാക്കട്ടെ. എല്ലാവിധമായ നന്ദി സ്നേഹസമയത്ത് അറിയിക്കുന്നു, എല്ലാവർക്കും അറിയിക്കുന്നു. ദൈവം നമ്മളെ ധാരാളമായി അനുഗ്രഹിക്കുകയും ചെയ്യുമാറാട്ടെ. ഗായക സംഘം വളരെ മനോഹരമായ ഗാനങ്ങൾ ആലപിച്ചു. അവരോടുള്ള പ്രത്യേകമായ നന്ദി സ്നേഹവും പ്രത്യേകിച്ച് കൊച്ചന്മാരുടെ പ്രത്യേകമായ നന്ദി സ്നേഹമൊക്കെ ഈ സമയത്ത് അറിയിക്കുന്നു. ദൈവം നമ്മളെല്ലാവരും ഒരുപോലെ അനുഗ്രഹിക്കും. പാട്ട് നമുക്കെല്ലാവർക്കും എഴുന്നേറ്റ് നിന്ന് ക്രിസ്തീയ ഗീതങ്ങൾ 328 പാട്ട് നമുക്കെല്ലാവർക്കും ചേർന്ന് പാടാം. എൻ്റെ ഗീതം പോലെ സമയം കർത്താവ് ഞങ്ങളുടെ ജീവിതത്തിൽ തന്ന കൃപകൾക്കായി നന്ദിയോടെ സ്തോത്രം ചെയ്യുന്ന കർത്താവെ, ഈ പാൽക്കൂടെ കാണുവാനും കർത്താവിനായിരിക്കാനും പ്രത്യേകിച്ച് കർത്താവ് തിരുമയുടെ കൊച്ചുമയുടെ കർത്താവെ ഒന്നിച്ച് ഞങ്ങൾക്കായിരിക്കാൻ തന്ന കൃപകൾക്കായി നന്ദിയോടെ സ്തോത്രം ചെയ്യുന്ന കർത്താവെ, പ്രിയ കർത്താവ് എന്ന കുഞ്ഞിനെ കർത്താവ് ദൈവത്തിൻ്റെ കൂടെ കർത്താവ് ചേർത്ത കൃപകൾക്കായി നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. കർത്താവെ നിന്റെ കുഞ്ഞുങ്ങളെ കർത്താവെ അങ്ങോട്ട് ചേർത്ത് കർത്താവോട് സൂക്ഷിക്കുന്ന കൃപകൾക്കായി നന്ദിയോടെ സ്തോത്രം ചെയ്യുന്ന കർത്താവെ,
കുഞ്ഞിനെ കൊടുത്ത കർത്താവിന്റെ മക്കളെ ഇരുവരെയും കർത്താവിന് സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. നീ അവിടുന്ന് അനുഗ്രഹിക്കുന്നതിനൊക്കെയായി നന്ദിയോടെ സ്തോത്രം ചെയ്യുന്ന കർത്താവെ, പ്രത്യേകിച്ച് കർത്താവ് ഇന്ന് ഈ ശുശ്രൂഷയിൽ കടന്നു വന്ന എല്ലാ അച്ഛന്മാരെയും ഉദ്ദേശിമാരെയും ഋഷിമാരെയും എല്ലാവരെയും കർത്താവിന്റെ സന്നിധിയിൽ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്ന കർത്താവെ, പ്രിയ തിരുമേനിയെ ഒരിക്കൽ കൂടി കർത്താവിന്റെ സന്നിധിയിൽ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. ഈ ശുശ്രൂഷ വെളിപ്പെടുവാൻ ഇത് അനുഗ്രഹമായി തീർക്കുവാൻ കർത്താവെ, പ്രിയ തിരുമേനിയെ അവിടുന്ന് അനുഗ്രഹിച്ചവர்களൊക്കെയായി നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ഇവിടെ ആയിരിക്കുന്ന എല്ലാ അച്ഛന്മാരെയും ഉദ്ദേശിമാരെയും അവിടുന്ന് അനുഗ്രഹിക്കുന്നവർക്കായി സ്തോത്രം. കടന്നു വന്ന നിന്റെ മക്കളെ ഓരോരുത്തരെയും ഓർത്ത് പ്രാർത്ഥിക്കുന്ന കർത്താവെ, സുസാറിന്റെ കർത്താവ് കുടുംബത്തെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. കർത്താവ് കൊച്ചുവിടെ കുടുംബത്തെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. യേശുസിൽ പങ്കെടുത്ത എല്ലാ ദൈവമക്കളെയും കർത്താവിന് സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ സാന്നിധ്യം കൃപയും ഞങ്ങളുടെ കൂടെ ഇത്ര സമയം ഉണ്ടായിരുന്നവർക്കായി സ്തോത്രം. ഞങ്ങളുടെ ഇടപെട്ടക്കാരായിരിക്കുന്ന ഓർത്ത് പ്രാർത്ഥിക്കുന്ന കർത്താവെ, കൊച്ചുമേ കുഞ്ഞുങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. അവിടുന്ന് അനുഗ്രഹിക്കും വരാമെന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളെല്ലാവരെയും കർത്താവിന് താഴ്ത്തി സമർപ്പിക്കട്ടെ കർത്താവെ. അങ്ങയുടെ സാന്നിധ്യം കൃപയും ഞങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കണം. ഇനിയുള്ള ജീവിതത്തിൽ കർത്താവിന്റെ കൃപ കാവൽ അവിടുന്ന് ഉണ്ടായിരിക്കണം. യാതൊരു ആവത്തോ അവർക്കുള്ള മരണങ്ങളൊന്നും കൂടാതെ വണ്ണം കർത്താവെ ഞങ്ങളെ അവിടുന്ന് പരിപാലിച്ച് അവിടെ നടത്തുമാറാകണമെന്ന് യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ താഴ്മ ആവശ്യിക്കുന്ന കൃപ എന്ന് കേൾക്കണം. നല്ല പിതാവേ, ആമേൻ. കർത്താവ് നമ്മളോട് കൂടി ഇരിക്കട്ടെ. നമുക്ക് സമാധാനത്തോടെ പോകാം.